വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് ചൂണ്ടി എന്ന സ്ഥലത്താണ്. ഇവിടെ എത്തുമ്പോൾ 42 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ ഒരു വലിയ റബ്ബർ ആൻഡ് അഗ്രികൾച്ചറൽ നഴ്സറി ഉണ്ട് റാക്കുഴിയിൽ. റബ്ബർ ആൻഡ് അഗ്രികൾച്ചർ നഴ്സറിയുടെ മാനേജിംഗ് ഡയറക്ടറും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു നല്ല കർഷകൻ കൂടിയായ മിസ്റ്റർ ജോയ് എബ്രഹാമാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം വിരുന്നിലേക്ക്. സർ, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു റാക്കുഴിയിൽ റബ്ബർ നഴ്സറിയുടെ തുടക്കമെന്ന് പറയാം? ചെറുപ്പത്തിലെ അപ്പച്ചൻ കൃഷി ചെയ്യണ കണ്ടാണ് പഠിച്ചത്. അതുപോലെ അപ്പച്ചൻ തെങ്ങിൻ്റെ പാകണ കണ്ടാണ് ഞാൻ ഈ കൃഷിയിലേക്ക് വരാനുള്ളൊരു കാരണം. അപ്പം അങ്ങനെ ഞങ്ങൾ ഓരോ വർഷം ചെല്ലുന്തോറും ഓരോരോ ആദ്യം റബ്ബറായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. റബ്ബറിൽ നിന്ന് പിന്നെ ഒരു 15 വർഷത്തിന് ശേഷം ബാക്കി റബ്ബർ, ജാതി, തെങ്ങ്, കുരുമുളക്, അടയ്ക്ക, അങ്ങനെയുള്ള എല്ലാവിധ ഫലവൃക്ഷങ്ങളും റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പില്ലോസാൻ, പേര, ചാമ്പ, അങ്ങനെയുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും അതിനോട് അനുബന്ധിച്ച് ബാക്കിയുള്ള എല്ലാ ഗാർഡൻ ചെടികളും ഗാർഡൻ സെറ്റിങ്ങും എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടേക്ക് വന്നത് എൻ്റെ വീട് മണ്ണത്തൂർ എന്ന് പറഞ്ഞ കൂത്താട്ടുള്ളത്തിനടുത്ത് മണ്ണത്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടുന്ന് ഒരു 78-79 കാലഘട്ടത്തിൽ കോലഞ്ചേരിയിൽ വന്ന സ്ഥലം പാട്ടത്തിനെടുത്താണ് ഞാനിവിടെ കോലഞ്ചേരി വരാൻ ഉണ്ടായ സാഹചര്യം. അതിനുശേഷം പിന്നെ ഞാനിവിടെ സ്വന്തം സ്ഥലം വാങ്ങി അതിനുശേഷം വീട് വെച്ച് അങ്ങനെ ആണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റാക്കുഴിയിൽ റബ്ബർ അഗ്രോ നഴ്സറിയിൽ എന്തൊക്കെ തരം ചെടികളാണ് അല്ലെങ്കിൽ സസ്യങ്ങളാണ് ഉള്ളത്, മരങ്ങളാണുള്ളത് എന്ന് പറയാം? കുരുമുളക്, അടയ്ക്ക, ജാതി, തെങ്ങ്, കശുമാവ്, പേര, ചാമ്പ, മുരിങ്ങ, കടപ്ലാവ്, ജാതി, കൊക്കോ, ഏലം, സർവ്വസുഗന്ധി, അതുപോലെ ഒരുപാട് സപ്പോട്ട, പഴവർഗ്ഗങ്ങളായിട്ട് ഒരുപാടുണ്ട്. ബെൽ ഫ്രൂട്ട്, പീച്ച് ഫ്രൂട്ട്, പിസ്ത, ബറാബ, പ്ലം, അങ്ങനെയുള്ള എല്ലാവിധ, ഓറഞ്ച്, മുസാമ്പി, എല്ലാം ഉണ്ട്, ചെറുനാരകം, കറിനാരകം, അങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും. ഏതൊക്കെ തരം പഴവർഗ്ഗങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയിൽ പിടിച്ചു വരുന്നത്, നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തിയെടുക്കാവുന്നതും അതുപോലെ തന്നെ ഫലങ്ങൾ കിട്ടാവുന്നതായിട്ടുള്ള പ്രധാനപ്പെട്ട പഴവർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം? നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതും ഇഷ്ടം പോലെ കായ്ഫലം തരുന്നതായ റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പില്ലോസാൻ, സപ്പോട്ട, പേര, ചാമ്പ, പ്ലം, ബറാബ, പിസ്ത, അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച്, മുസാമ്പി, ഇതൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട്. നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം, വേനൽക്ക് വെള്ളം കൊടുക്കാനുള്ള സൗകര്യം വേണം. 2.5 വർഷം കൊണ്ട് ഇഷ്ടം പോലെ മുന്തിരിങ്ങ കായ്ക്കുന്നുണ്ട്. നമ്മൾ വേനൽക്ക് നനയ്ക്കണ പച്ചവെള്ളത്തിന് പകരം ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കൊടുക്കുക. ഇഷ്ടം പോലെ കായ്ക്കുന്നുണ്ട് വേനലിൽ. അതായത് ഞാൻ ഇവിടുന്ന് കൊടുത്ത എന്നെ കൊണ്ടുപോയി കാണിച്ചു വന്നത് ഏതാണ്ട് ഒരു 35-40 കൊല ഉണ്ടായി കിടക്കുന്ന ഒരു വീടുണ്ട്. മുന്തിരി ശരിക്കും നമ്മുടെ എന്താ പറയുക, ബാംഗ്ലൂർ ആ തണുപ്പുള്ള ഏരിയയിലാണല്ലോ. നല്ല വെയിലും നല്ല തണുപ്പാണ് മുന്തിരിക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ ചെടിക്ക് ഇത് കിട്ടൂല. അത്രേ ഉള്ളൂ. ജൈവവളം മാത്രമാണ് ഇതിന് എല്ലാം ഉപയോഗിക്കാവുള്ളൂ. രാസവളം ഇതിനൊന്നിനും ഉപയോഗിക്കാൻ കേട് വരാനുള്ള സാധ്യത കൂടുതലാണ്. സാറേ, ഇനിയിപ്പോൾ ഈ റബ്ബർ മേഖല, ഇപ്പോൾ റാക്കുഴിയിൽ റബ്ബർ ഒരു വലിയൊരു മേഖല തന്നെയായിരുന്നു റാക്കുഴിയിൽ അഗ്രികൾച്ചർ നഴ്സറിയുടെ. ഇപ്പോഴെങ്ങനെയാണ് റബ്ബറിൻ്റെ ഒരു വിപണനവും അതുപോലെ തന്നെ സാധ്യതകളും കൃഷി? കഴിഞ്ഞ 2 വർഷത്തിന് മേളിലായിട്ട് റബ്ബറിൻ്റെ വില മോശമായതോടുകൂടി റബ്ബർ നഴ്സറി മേഖല തന്നെ ഒത്തിരി പ്രതിസന്ധിയിലാണ് ഞങ്ങൾ പോകുന്നത്. അത് കാരണം റബ്ബർ ഒത്തിരി ഞങ്ങൾ കുറച്ചിട്ടുണ്ട്. കാരണം ഇന്നത്തെ ലേബറിൻ്റെ ഇല്ലെങ്കിൽ അതുപോലെ ഇന്നത്തെ മണ്ണിൻ്റെ മറ്റുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്ത് ഒരു രീതിയിൽ നമുക്ക് മുതലാക്കാൻ പറ്റാത്തൊരു, പിന്നെ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് നിലവിലുള്ളത് കൊണ്ട് നമ്മൾ കളയാതെ കുറച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ റബ്ബർ കൃഷിക്കാരെ പറ്റി പറഞ്ഞാൽ ഇന്ന് കൃഷിക്കാരൻ
വെട്ടാൻ ആരും തന്നെ തയ്യാറാവുന്നില്ല. കാരണം റബ്ബർ വെട്ടിക്കാൻ ആർക്കും മുതലാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കൂലി വെച്ചിട്ടും മുതലാവില്ല. അതുകൊണ്ട് പല തോട്ടങ്ങളും വെട്ടാതെ കിടക്കണം. ഇനി ഏതെങ്കിലും തോട്ടം വെട്ടുണ്ടെങ്കിൽ തന്നെ ആ കുടിക്കാരനൊന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഇനി അല്ലെങ്കിൽ പിന്നെ സ്വന്തം 10, 200, 300 ഒക്കെ ഉള്ള സ്വന്തം വെട്ടിയെടുക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ സ്വന്തം ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ ടാപ്പിംഗ് നടക്കുള്ളൂ നിലവിൽ. വലിയ തോട്ടങ്ങളൊക്കെ തന്നെ വെട്ടാതെ കിടക്കുകയാണല്ലേ. പിന്നെ ഔഷധ ചെടികളുടെ എന്തെങ്കിലും ഔഷധ ചെടികൾ എൻ്റെ അടുത്ത് ഇപ്പം മിക്കവാറും എല്ലാ ഐറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. നമ്മുടെ അരൂതിയുണ്ട്, ആര്യവേപ്പുണ്ട്, അണലിവേഗമുണ്ട്, പിപ്പിലിയുണ്ട്, അതുപോലെ ഏലമുണ്ട്. പഴയ ഒരു കാലത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണ് അന്നത്തെ കർഷകരും ഇന്നത്തെ കർഷകരും തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ? ഇന്നത്തെ കർഷകർക്ക് കൃഷി എന്തെന്ന് അറിയില്ല. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോലും പലരും അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. കാരണം പഴയ കൃഷിക്കാർക്ക് കൃഷിയെ പറ്റി അറിയാവുള്ളൂ. അവർക്ക് അത് ഇന്ന് ഉള്ള ഒരു 30 വയസ്സിൽ താഴോട്ടുള്ള ആർക്കും കൃഷി എന്താണെന്ന് പോലും അറിയില്ല. കാരണം അതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലാണ് അവർ ഇല്ലെങ്കിൽ അതുപോലെ ഓരോ കാര്യങ്ങൾ. നമ്മുടെ ഈ കൃഷി ജോലികൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ ഏതൊക്കെ സ്ഥലങ്ങളിലുള്ളവരാണ്? ഇവിടെ നാട്ടിലുള്ള ഒരു 4 പേരുണ്ട്. അതുകൂടാതെ പിന്നെ ഒറീസക്കാരാണ് കൂടുതലായിട്ട് ആൾക്കാരുള്ളത്. ഒറീസക്കാരാണല്ലേ? അവർക്കാണ് ഇപ്പോൾ കൃഷി അറിയാവുന്നത്. കൃഷി അറിയാവുന്നതും അവർ എൻ്റെ അടുത്ത് 10 വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ എന്നും ലേബർ ഒരിക്കലും പ്രശ്നമാണ് ഇല്ലാത്തൊരു. കാരണം എനിക്കൊരു 20 വർഷം മുമ്പ് 10 കൊല്ലത്തോളം ഇവിടെ തമിഴരായിരുന്നു പൈനാപ്പിൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് അവർ ഇല്ലാതെ ആയി, അവരുടെ വീടുകളിൽ ഇല്ലെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യങ്ങളായി അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒറീസാർ ഒന്ന് തുടങ്ങിയിട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10 കൊല്ലമായിട്ട് ഒറീസക്കാരാണ് നമുക്ക്. സാർ, ഇപ്പോൾ ഇവിടുത്തെ കാർഷിക മേഖല, ഇപ്പോൾ ഒരു കർഷകൻ എന്ന നിലയ്ക്ക് താങ്കൾ ഒരുപാട് കാലമായി 42 വർഷത്തോളമായി ഇപ്പോൾ റാക്കുഴിയിൽ എന്ന് പറയുന്ന റബ്ബർ നഴ്സറി ഇവിടെ രൂപീകൃതമായിട്ട്, അതുപോലെ തന്നെ കാർഷിക മേഖലയുമായി കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് വളരെ വലിയ ബന്ധമുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴുള്ള ഒരു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് താങ്കൾക്ക് പറയാനുള്ളത്? ഇന്ന് കൃഷിപ്പണിക്ക് ആളെ കിട്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിനായ ഒരു കാര്യം. പിന്നെ ഇന്നത്തെ കൂലി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു സാധനത്തിനും ആ പണിക്കൂലി ഇത് വിൽക്കുന്ന സാധനത്തിൻ്റെ വിലയും തമ്മിൽ നമുക്ക് കൃഷി മുതലാക്കി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കുറച്ച് പറമ്പുണ്ട്, അത് വെറുതെ ഇടണ്ടെന്ന് വെച്ച് എന്തെങ്കിലും കൃഷി ചെയ്യുക എന്നുള്ളതൊഴിച്ചാൽ കൃഷിയിൽ നിന്നൊരു വരുമാനം നമുക്ക് ഇന്നത്തെ കൂലിച്ചെലവ് വെച്ചിട്ട് നമുക്ക് മുതലാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വന്തം പണിയാൻ തയ്യാറുണ്ടെങ്കിൽ കൃഷി ഒരിക്കലും നഷ്ടമല്ല. അതല്ലേ, സ്വന്തമായി പണിയാൻ തയ്യാറ്. അതായത് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മുടെ കൃഷി നമ്മൾ തന്നെ സ്വന്തം നോക്കി നടത്തി. ഇല്ലെങ്കിൽ നമുക്കും കൂടെ ഒരാളെ 2 പേരെ കൂലിക്ക് വെച്ചുകൊണ്ട് അപ്പോൾ ഒരു 2-3 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ പറ്റും. കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ആൾ കൂടുതൽ വേണം. അങ്ങനെ വലിയ കൃഷി ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ തൊട്ടടുത്ത് മലയക്കുരിശ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ ഒരു 6 ഏക്കർ ജില്ലാന സ്ഥലമുണ്ട്. ഞാനത് ഇപ്പോൾ മഞ്ഞൾ നടാനായിട്ട് മുഴുവൻ JCBക്ക് കളച്ചിട്ടേക്കുവാണ്. അപ്പം അങ്ങനെയുള്ള കൃഷി ലാഭം ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും ലാഭത്തിൽ എത്താറില്ല. പക്ഷേ നമ്മൾ അവിടെ ഇപ്പോൾ ഇത് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളൊരു പള്ളിക്ക് ഈ പറമ്പുള്ളത് വെറുതെ ഇട്ടേക്കാണ്ട് മഹാഗണി നടന്നുണ്ട്. ഈ മഹാഗണിക്ക് സംരക്ഷണത്തിനായിട്ട് ഒരു 3 കൊല്ലം അതിനകത്ത് കാട് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃഷികളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഞാൻ ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിങ്ങനെ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. ഇപ്പം കുറച്ച് നാളുകളായിട്ടാണ്, കാരണം ഒരു 3-4 വർഷമായിട്ട് വൈഫിന് സുഖമില്ലാണ്ട് വന്നതോടുകൂടിയാണ് പാട്ടത്തിനുള്ള കൃഷികൾ കുറച്ച് എന്നാലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് 6-7 ഏക്കർ സ്ഥലം പാട്ടത്തിന് എടുത്തിട്ടുള്ള ഇങ്ങനെ പല കൃഷികൾ ചെയ്യുന്നത്. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം കപ്പ നട്ടിട്ട് വിലയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ കപ്പ ഇതുവരെയും പറിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ താങ്കളുടെ കുടുംബത്തെക്കുറിച്ചാണ് ചോദ്യം. കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്? കുടുംബത്തിൽ സപ്പോർട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്രമാത്രമുണ്ട് എന്നൊന്ന് പറയാമോ? കുടുംബത്തിൽ അമ്മ, ഭാര്യ, എനിക്കൊരു മോളേ ഉള്ളൂ. മോള് MSc മൈക്രോബയോളജി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ വാവമാരൊക്കെ ആയതിനു ശേഷം അവർക്ക് തന്നെ സ്വന്തം ഓഫീസുണ്ട്. സ്വന്തം ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. മകളുടെ പേര് ബിന്ദു. മകൻ്റെ പേര് ലിറ്റോ. എൻ്റെ കൊച്ചുമക്കളുടെ പേര് ജോഷ് ജുവാൻ. ഞാൻ കൃഷി ഓരോന്നും നടത്തും. വീട്ടുകാരിലാണ് അതിൻ്റെ ബാക്കി. പുറമെ ഇവർക്കെല്ലാം രാവിലെ ഇപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കൃഷിക്കാർക്കും അതല്ലേ രാവിലെ ഒരു നേരത്തെ സാപ്പാട് ഈ 40 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ. ഒരു കുടുംബത്തിലെ പോലെയാണ്. ഉച്ചയ്ക്കത്തെ പോകുന്ന സ്ഥലത്തെ ഹോട്ടലിൽ നിന്നോ ഇല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് അവർ പണി സ്ഥലത്ത് കൊണ്ട് കൊടുക്കും. രാവിലെ ഈ ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഇതുവരെ വീട്ടിൽ നിന്നുള്ള രാവിലത്തെ ഭക്ഷണം നിർത്തിയിട്ടില്ല. നിസാരമായിരിക്കും, കഞ്ഞി ചമ്മന്തിയോ ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും 2 കൂട്ടം കറിയോ ഉണ്ടാവുള്ളൂ. വലിയ ആർഭാടായിട്ടൊന്നുമല്ല, അത് നമ്മൾ വീട്ടിലുണ്ടാക്കണതാണ്.
സാർ എന്തായാലും ഇത്രയും സമയം താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവദിക്കുകയും കൃഷിയെക്കുറിച്ച് ആധികാരികമായി പറയും, കൃഷി എങ്ങനെ ഒരു വിജയപ്രദമാക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതുപോലെ തന്നെ റാക്കുഴിയിൽ റബ്ബർ ആൻഡ് അഗ്രോ നഴ്സറിയുടെ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരുപാട് അലങ്കാര ചെടികളും അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കാണുവാനും ഞങ്ങളോട് ഇത്രയും തന്നെ സഹകരിച്ചതിലും താങ്കളോട് ഞങ്ങൾ ഹൃദയംഗമായി നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.